കാലിക്കറ്റ് സർവകലാശാലയിൽ സംവരണക്രമം പാലിക്കാതെ നിയമനം നൽകിയതിനെ തുടർന്ന് വിവിധ പിന്നാക്ക വിഭാഗങ്ങൾക്ക് നഷ്ടമായത് 33 അധ്യാപക തസ്തികകളാണ്. സർക്കാർ ഉത്തരവുണ്ടായിട്ടും ബാക്ക്ലോഗ് ഒഴിവുകൾ നികത്താതെ നിയമനം നടന്നതോടെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് തിരിച്ചടിയായെന്ന് രേഖകൾ പറയുന്നു. സർക്കാർ നിയമസഭയിലാണ് ഈ രേഖകൾ വെച്ചിരിക്കുന്നത്. 2020 നടത്തിയ നിയമനത്തിലാണ് സംവരണക്രമം തെറ്റിച്ചത്. മഞ്ഞളാംകുഴി അലി MLA നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് ലഭിച്ച മറുപടിയിലാണ് കാലിക്കറ്റിലെ സംവരണ അട്ടിമറി പുറത്തായത്. ബാക്ക്ലോഗ് ഒഴിവുകൾ നികത്തണമെന്ന സർക്കാർ ഉത്തരവുണ്ടായിട്ടും കാലിക്കറ്റിൽ അത് സൗകര്യപൂർവ്വം അട്ടിമറിക്കപ്പെട്ടു. സംവരണ വിഭാഗത്തിൽ നിന്ന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളില്ലാത്തതിനാൽ നിയമനം നടത്താതെ മാറ്റിവെക്കുന്നവയാണ് ബാക്ക്ലോഗ് തസ്തികകൾ. ബാക്ക്ലോഗ് സീറ്റുകൾ സർവകലാശാലയെ ഒറ്റ യൂണിറ്റാക്കി നികത്തണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം. അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിൽ മാത്രം 33 അധ്യാപക തസ്തികകളാണ് നഷ്ടമായത്. മറ്റ് തസ്തികകൾ കൂടി പരിഗണിച്ചാൽ സംവരണ നഷ്ടത്തിന്റെ തോത് കൂടും. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകളോട് നോക്കുമ്പോൾ ഏകദേശം 60ഓളം തസ്തികകൾ, അധ്യാപക തസ്തികകൾ അങ്ങനെ നഷ്ടപ്പെടും. ഇത് നിലവിലത് സർക്കാർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്, ഇങ്ങനെ വലിയൊരു സംവരണ അട്ടിമറി നടന്നിരിക്കുന്നുവെന്ന്. ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇതിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ബഹുമാനപ്പെട്ട ചാൻസലർക്ക് നിവേദനം കൊടുത്തിരിക്കുകയാണ്. വിശ്വകർമ്മ, നാടാർ, മുസ്ലിം വിഭാഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചതെന്ന് കണക്കുകൾ പറയുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.